കുറച്ച് തേങ്ങയും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള പാലിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് ഡിഷിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലിതാ ഇതുപോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊക്കെ ബിസ്ക്കറ്റിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു സോസ് പാനിലേക്ക് ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ക്രീമി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചൊന്ന് നന്നായിട്ട് കുറുകി വരും. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മുകളിലായിട്ട് നമ്മളിത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്താഷ്യോ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.